നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന അധ്യായം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് എക്കണോമിക്സ്, എക്കണോമിക്സ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണ്, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ എക്കണോമിക്സ് തന്നിട്ടുണ്ടായിരുന്നു, അതെന്തൊക്കെയാണ്. അതേപോലെ തന്നെ എക്കണോമിക്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, മൈക്രോ എക്കണോമിക്സ് എന്നും മൈക്രോ എക്കണോമിക്സും തിരിച്ചു, അത് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം പഠിച്ചു, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഈ ഒരു അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 3 കാരണങ്ങളാണ്. അതായത് ഈ പ്രശ്നങ്ങൾ ഏതൊരു എക്കോണമിയിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 3 കാരണങ്ങളാണുള്ളത്, മൂന്ന് റീസൺസ് ആണുള്ളത്. ഒന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ഈ ലിമിറ്റഡ് റിസോഴ്സിന് എന്തുണ്ട്, അൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമല്ല, അൺലിമിറ്റഡ് ആണ്, ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് എങ്ങനെയാണ്, ലിമിറ്റഡ് ആണ്, പരിമിതമായിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിന് എന്തുണ്ട്, ഒരുപാട് യൂസസ് ഉണ്ട്, അൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു 3 റീസൺ കൊണ്ടാണ് നമ്മുടെ എക്കോണമിയിൽ സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലംസ് കണ്ട് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ 3 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ കണ്ടാലേ നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സെൻട്രൽ പ്രോബ്ലംസ്, നമ്മുടെ എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലം, അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, അതിന് നമ്മൾ ആൻസർ കാണണം. അതേപോലെ തന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, അതിന് നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം നമ്മൾ ആൻസർ കാണണം. അതേപോലെ തന്നെ ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതിനും ആൻസർ കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്ന ഈ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യണം, എന്നാലേ നമുക്ക് നമ്മുടെ എക്കോണമിയിലെ ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ സെൻട്രൽ പ്രോബ്ലംസിനെ, അതായത് ഈ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മളൊരു ഗ്രാഫിൽ കാണിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു കർവായിട്ട് നമ്മളൊരു ഗ്രാഫിൽ കാണിക്കാൻ പോവുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. അതായത് നമ്മുടെ എക്കോണമിയിലെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ചുരുക്കി പറയാം ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ എന്താണ്, സ്കേഴ്സിറ്റിയാണ്. അതായത് നമ്മുടെ റിസോഴ്സ് സ്കേഴ്സാണ്, നമ്മുടെ റിസോഴ്സ് പരിമിതമാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്ത്, ഈ ഒരു എക്കോണമിയിലെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഗ്രാഫിൽ കാണിക്കാൻ പോവുകയാണ്. നമ്മൾ ഗ്രാഫിൽ ഒരു കർവായിട്ട് കാണിക്കാൻ പോവുകയാണ്. ഈ കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ നമ്മൾ ചുരുക്കിയിട്ട് PPC എന്ന് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറയുന്ന വേറൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപാദന സാധ്യത വക്രം. ഉൽപാദന സാധ്യത വക്രം. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിർത്തിയാണ്. അതായത് ഉൽപാദന സാധ്യത അതിർത്തിയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ എക്കോണമിയിൽ ഇത്ര കാര്യം മാത്രം നമ്മൾ ആലോചിച്ചിരിക്കുക, നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സ് വരുന്നത് എന്താണ്, സ്കിൽസ് ആണ്. അതായത് നമുക്ക് ആവശ്യത്തിന് അധികം റിസോഴ്സ് ഇല്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ കാണിക്കാൻ പോകുന്നത്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ സെൻട്രൽ പ്രോബ്ലംസിനെ നമ്മൾ ഒരു കർവിക്ക് മാറ്റുകയാണ്. ആ കർവ്, ആ ഗ്രാഫായിട്ട് നമ്മൾ ആ കർവിനെ കാണിക്കുന്നതിന് എന്തെന്ന് പറയാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം, PPC എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. അതായത് ഒരു എക്കോണമിയിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ ഗ്രാഫ് രൂപത്തിൽ കാണിക്കുന്നതിനെ എന്തെന്ന് പറയും, PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസിനെ നമ്മൾ എന്തിൽ കാണിക്കുകയാണ്, നമ്മൾ ഒരു ഗ്രാഫിൽ കാണിക്കുകയാണ്, ഒരു കർവ് രൂപത്തിൽ നമ്മൾ കാണിക്കുകയാണ്. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ നമ്മൾ എക്കോണമി അല്ലെങ്കിൽ നമ്മൾ ഒരു രാജ്യം എന്ന് ഞാൻ പറയട്ടെ കേട്ടോ, ഞാൻ എക്കോണമി എന്നുള്ളതിനെ മാറ്റിയിട്ട് ഞാനിനി ഒരു രാജ്യം എന്ന് പറയാം. നമ്മുടെ ഒരു രാജ്യത്ത് നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദനം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരേപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണം നമുക്കറിയാം. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ ആ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ആണ്, അതായത് സ്കേഴ്സിറ്റിയാണ്. അതായത് നമ്മുടെ അടുത്ത് എന്തില്ല, അതിനും മാത്രമുള്ള വിഭവങ്ങൾ നമ്മുടെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എല്ലാ വസ്തുക്കളും എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഇല്ല. അപ്പം നമുക്ക് എല്ലാ വസ്തുക്കളും, ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു എത്ര വേണേലും കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ എത്ര വേണേലും കൂട്ടാനോ നമുക്ക് പറ്റില്ല. കാരണം അത്രയും വിഭവം നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇല്ല. പക്ഷെ നമ്മളിവിടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ആ ഒരു സംഭവം തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ എന്തിൽ കാണിക്കുന്നത്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ PPCയിൽ നമ്മൾ കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ ഈ ഒരുപാട് വസ്തുക്കൾ എന്നുള്ളതിന് പകരം ഞാൻ 2 വസ്തുക്കളെ ഇനി ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാനങ്ങനെ സങ്കല്പിക്കുകയാണ്. അതായത് 2 വസ്തുക്കളെ ഈ എക്കോണമിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ സങ്കല്പിച്ചു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ 2 വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് സങ്കല്പിച്ചത്? കാരണം ഒരുപാട് വസ്തുക്കൾ ഒരു എക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, ഒരുപാട് വസ്തുക്കൾക്ക് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ 2 വസ്തുക്കളെ ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാൻ സങ്കല്പിക്കുകയാണ്. ഇങ്ങനെ 2 വസ്തുക്കളാണ് ഈ എക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കരുതെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർവിലാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കർവിൽ കാണിക്കുമ്പോൾ കർവിന് എന്താ ഉണ്ടാവുക? 2 അക്ഷം ഉണ്ടാവുക. ഒന്ന് എക്സ് ആക്സിസും അതേപോലെ തന്നെ ഒന്ന് വൈ ആക്സിസും, അങ്ങനെ 2 അക്ഷമാണ് ഉണ്ടാവുക. എക്സ് അക്ഷവും വൈ അക്ഷവും ഉണ്ടാവും. അപ്പോൾ ഈ എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിലും നമുക്ക് എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 അക്ഷരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തെടുത്തു? 2 വസ്തുക്കളായിട്ടെടുത്തു. അതായത് 2 വസ്തുക്കളാണ് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ എന്ത് ചെയ്തു? അത് അസ്യൂം ചെയ്തു, ഞാൻ അങ്ങോട്ട് സങ്കല്പിച്ചു. ഈ 2 വസ്തുക്കളിലെ എല്ലാം പെടണം കേട്ടോ. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വസ്തുക്കളും, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ 2 വസ്തുക്കളിൽ ഉണ്ടെന്നാണ് വിചാരിച്ചാൽ മതി. കാരണം നമുക്ക് അതിനുള്ള ഗ്രാഫ് ഇല്ലല്ലോ. നമുക്ക് ഒരു ഗ്രാഫിൽ 2 വസ്തുക്കളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് അസ്യൂം ചെയ്തു? ഞാൻ ഈ രാജ്യത്ത് 2 വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഞാൻ ഈ 2 വസ്തുക്കളുടെ പേര് പറയുന്നില്ല. നമ്മളൊരാളുടെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതേപോലെ ഞാൻ ഈ 2 വസ്തുക്കൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണെന്ന് പറയണില്ല. അതിന് പകരം ഞാൻ ഗുഡ് എക്സ് ഗുഡ് വൈ എന്ന് എടുത്തു. ഗുഡ് എക്സും ഗുഡ് വൈ, അല്ലെങ്കിൽ ഉൽപ്പന്നം എക്സ് ഉൽപ്പന്നം വൈ, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഗുഡ് എക്സ് ഗുഡ് വൈ 2 വസ്തുക്കളാണ് ഈ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് എക്സ് എന്നുള്ള വസ്തു, ഒന്ന് വൈ എന്നുള്ള വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവും. അതായത് ഗിവൺ ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടാവും. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. ഒരു ലിമിറ്റേ ഉള്ളൂ നമ്മുടെ എക്കോണമിയിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സ് വെച്ചിട്ട് ഈ എക്സും വൈക്ക് ഇഷ്ടം പോലെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എക്സും വൈയും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എത്രയാണോ അതിനനുസരിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ എക്സും വൈയും, ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു കാര്യം അസ്യൂം ചെയ്തോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് എക്സും ഗുഡ് വൈയും നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സ് വെച്ചിട്ട്, വിഭവങ്ങൾ വെച്ചിട്ട് ഈ ഗുഡ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി, ഗുഡ് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഇവിടെ റിസോഴ്സ് ഒന്നുമില്ല, ആ റിസോഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചു. അതായത് റിസോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്മോഡിറ്റിക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗുഡ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി അല്ലെങ്കിൽ ഗുഡ് എക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നം, ആ ഉൽപ്പന്നം എക്സ് എന്നുള്ള ആ ഉൽപ്പന്നം എനിക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടി വരിക? അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ആ എക്കോണമിയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തുള്ള ആ റിസോഴ്സ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 2 വസ്തുക്കളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 വസ്തുക്കളെ ഇപ്പോൾ ഈ ഒരു രാജ്യത്തുള്ളൂ. അപ്പോൾ ഗുഡ് എക്സ് എന്ന് പറയുന്ന ഒരു വസ്തു, ഗുഡ് വൈ എന്ന് പറയുന്ന ഒരു വസ്തു. അപ്പോൾ ഈ 2 വസ്തുക്കളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് ഇല്ല. ഇനി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ എന്തില്ല? റിസോഴ്സ് ഇല്ല. ആ റിസോഴ്സ് മുഴുവൻ തീർന്നു, വിഭവങ്ങൾ മുഴുവൻ തീർത്തിട്ടാണ് ഞാൻ ഈ 2 ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗുഡ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എനിക്ക് കൂടുതലായിട്ട് വേണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടി വരിക? റിസോഴ്സ് ഇല്ല, എനിക്ക് ഗുഡ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേറെ റിസോഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്താ ചെയ്യേണ്ടി വരിക? ഗുഡ് വൈയുടെ പ്രൊഡക്ഷൻ ഞാൻ കുറയ്ക്കേണ്ടി വരും.
ശരിയല്ലേ? അതായത് എക്കോണമിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ഇപ്പോൾ ഗുഡ് എക്സും ഗുഡ് വൈയും കൂടി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഈ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ വിഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഡ് എക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു കമ്മോഡിറ്റി, എ എന്നുള്ള കമ്മോഡിറ്റി അല്ലെങ്കിൽ ബി എന്ന കമ്മോഡിറ്റി നമ്മൾ എടുത്താലും, എ എന്നുള്ളൊരു കമ്മോഡിറ്റി അല്ലെങ്കിൽ എക്സ് എന്ന കമ്മോഡിറ്റിക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എന്തിൽ കാണിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്നത്. അതായത് ഗുഡ് എക്സ് എന്നുള്ള കമ്മോഡിറ്റി, ഗുഡ് എക്സ് എന്നുള്ള സാധനം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗുഡ് വൈയുടെ അളവ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഉൽപ്പന്നം എക്സ് എന്ന ഉൽപ്പന്നം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വൈ എന്ന ഉൽപ്പന്നം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈ എന്ന ഉൽപ്പന്നത്തിന്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എത്രയാണോ നമ്മുടെ രാജ്യത്തുള്ള വിഭവം, ആ വിഭവം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പേക്ക് ഒന്ന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് എന്നുള്ള കമ്മോഡിറ്റി, എക്സ് എന്നുള്ള ഉൽപ്പന്നം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ വൈ എന്നുള്ളത് കുറയ്ക്കേണ്ടി വരും. അല്ലാതെ എൻ്റെ അടുത്ത് വേറെ വിഭവമല്ലല്ലോ ഈ രാജ്യത്ത്. അപ്പോൾ വൈ എന്നുള്ളത് കുറയ്ക്കേണ്ടി വരും. ഇതാണ് എന്തിന് കാണിക്കുന്നത്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ആ എക്സും വൈയും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യം ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ഈ രണ്ടും കൂടി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കർവ് രൂപത്തിൽ കാണിക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടും. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്കോണമിയിൽ നമ്മൾ 2 വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കാം. 2 വസ്തുക്കളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? സങ്കല്പിച്ചു. ഒരുപാട് എണ്ണം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു PPC അറിയണ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ 2 എണ്ണമായിട്ടാണ് എടുത്തത്. ഒന്ന് ഗുഡ് എക്സും ഒന്ന് ഗുഡ് വൈയും. എക്സ് എന്നൊരു ഉൽപ്പന്നം, അല്ലെങ്കിൽ അതേപോലെ തന്നെ വൈ എന്നൊരു ഉൽപ്പന്നം. അങ്ങനെ 2 വസ്തുക്കളെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഗുഡ് എക്സ് ഗുഡ് വൈ, അല്ലെങ്കിൽ ഉൽപ്പന്നം എക്സ് ഉൽപ്പന്നം വൈ, അങ്ങനെ 2 എണ്ണത്തിനെ നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എക്സ് എന്ന കമ്മോഡിറ്റി ആദ്യം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 0 യൂണിറ്റ് ആണ്. അതായത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ല. എക്സ് എന്നത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ല. വൈ എന്നുള്ള കമ്മോഡിറ്റി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 10 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന കമ്മോഡിറ്റി അല്ലെങ്കിൽ എക്സ് എന്ന ഉൽപ്പന്നം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ല, അതായത് 0 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് വൈ എന്ന കമ്മോഡിറ്റി, വൈ എന്ന ഉൽപ്പന്നം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എക്സ് 0 യൂണിറ്റ് ആകുമ്പോൾ വൈ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിസോഴ്സ്, നമ്മുടെ വിഭവം മുഴുവനായിട്ട് തീർന്നുണ്ടോ എന്ന് സങ്കല്പിക്കുക. അതായത് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിഭവം മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തീർന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് എന്നുള്ള ഈ ഒരു കമ്മോഡിറ്റിക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, എക്സ് എന്നുള്ള ഈ ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എ എന്നുള്ള ഈ ഒരു കോമ്പിനേഷനിൽ എക്സ് എന്നുള്ള ഉൽപ്പന്നം 0 യൂണിറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വൈ എന്ന ഉൽപ്പന്നം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? 10 യൂണിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? നമ്മുടെ റിസോഴ്സൊക്കെ ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ PPCയിൽ കാണിക്കുന്ന എല്ലാ കോമ്പിനേഷനിലും നമ്മുടെ റിസോഴ്സ് മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ കാണിക്കുക. അതാണ് PPCയുടെ പ്രത്യേകത. അതായത് PPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്ന എല്ലാ കോമ്പിനേഷനിലും നമ്മുടെ റിസോഴ്സ്, നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവം മുഴുവനായിട്ടും ഉപയോഗിച്ച കോമ്പിനേഷനാണ് എന്തിൽ കാണിക്കുക? PPCയിൽ കാണിക്കുക. അപ്പോൾ ഈ 0 യൂണിറ്റ് ഗുഡ് എക്സും 10 യൂണിറ്റ് ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സമയത്ത് നമ്മുടെ എന്ത് തീർന്നിട്ടുണ്ട്? റിസോഴ്സ് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ വിഭവങ്ങൾ മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുഡ് എക്സ് എന്നുള്ള ഈ ഉൽപ്പന്നം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വൈ എന്ത് ചെയ്യേണ്ടി വരും? വൈ എന്ത് ചെയ്യേണ്ടി വരാം? നമ്മുടെ എക്കോണമിയിൽ ഇപ്പോൾ വിഭവങ്ങളില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ഒരേപോലെ, ഇപ്പോൾ വൈയിൽ ഒരു കുറവും വരുത്താതെ ഈ 10 യൂണിറ്റ് മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ട്
ഗുഡ് എക്സിൽ നമുക്ക് ഗുഡ് എക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുഡ് എക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് വിഭവങ്ങളില്ല, വിഭവങ്ങളൊക്കെ തീർന്നു. ഇത് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ വിഭവങ്ങൾ തീർന്നു. അപ്പോൾ ഗുഡ് എക്സ് കൂടുതലായിട്ട് ഉൽപ്പന്നം എക്സ് എന്ന ഉൽപ്പന്നം 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? വൈ എന്നുള്ള ഗുഡിൻ്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. എക്സ് 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വൈ എന്ത് ചെയ്യേണ്ടി വരും? വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ഞാൻ 1 യൂണിറ്റ് കുറയ്ക്കേണ്ടി വരും എന്നല്ല പറഞ്ഞു കേട്ടോ. എക്സ് 1 യൂണിറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. അത് 1 യൂണിറ്റ് അല്ല ഇവിടെ കുറയ്ക്കുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ 1 യൂണിറ്റാണ് കുറച്ചത്. പക്ഷെ നമ്മളിങ്ങനെ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ആ കുറയ്ക്കുന്നതിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. ശരിയല്ലേ? അതായത് ഇപ്പോൾ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1 യൂണിറ്റ് ഗുഡ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് വൈ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 9 യൂണിറ്റ് ഗുഡ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 9 യൂണിറ്റേ ഗുഡ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം 10 യൂണിറ്റ് ഉണ്ടാകുന്നത് നമ്മൾ എന്ത് ചെയ്തു? 1 യൂണിറ്റ് കുറച്ചു, അതായത് 9 യൂണിറ്റ് ആക്കി. ഇവിടെ 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 യൂണിറ്റ് കുറച്ചിട്ടുണ്ട്. ഗുഡ് വൈയുടെ യൂണിറ്റ് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗുഡ് വൈയുടെ അളവിൽ എന്ത് വരുത്തിയിട്ടുണ്ട്? നമ്മൾ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ 9 ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1 യൂണിറ്റ് കൂടി ഞാൻ ഗുഡ് എക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. 1 യൂണിറ്റും കൂടി, അതായത് ഇപ്പോൾ 1 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 യൂണിറ്റും കൂടി കൂട്ടിയിട്ട് 2 യൂണിറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഗുഡ് വൈയുടെ അളവ് 2 യൂണിറ്റാണ് കുറച്ചത്. അതായത് ഇവിടെ 9 ആയിരുന്നു. 9 എന്നുള്ളത് എത്രയായിട്ട് മാറി? 7 ആയിട്ട് മാറി. അതായത് ഞാൻ ഗുഡ് വൈയുടെ അളവ് 2 യൂണിറ്റ് കുറച്ചു. 9 എന്നുള്ളത് 7 ആയി. എന്തിനു വേണ്ടിയിട്ട്? ഗുഡ് എക്സിൻ്റെ അളവ് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ 1 ഉണ്ടായിരുന്നത് 2 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? 9 ഉള്ളത് ഞാൻ 7 ആയിട്ട് കുറച്ചു. അതേപോലെ തന്നെ ഈ ഗുഡ് എക്സിൻ്റെ അളവ് ഇങ്ങുക്ക് കൂട്ടണം. അതായത് 1 യൂണിറ്റും കൂടി കൂട്ടണം. അങ്ങനെ 1 യൂണിറ്റ് കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ഞാനിവിടെ ഗുഡ് എക്സിൻ്റെ 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഗുഡ് വൈയുടെ 3 യൂണിറ്റ് ഞാൻ ഇവിടെ കുറച്ചു. 7 എന്നുള്ളത് എത്രയായി? 4 ആയി. ഇങ്ങൊക്കെ 1 യൂണിറ്റും കൂടി ഗുഡ് എക്സിൻ്റെ അളവ് കൂട്ടണം. ഗുഡ് എക്സിൻ്റെ അളവ് 1 യൂണിറ്റും കൂടി കൂട്ടണം. അതായത് ഇവിടെ 3 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എന്താക്കണം? 4 യൂണിറ്റായിട്ട് വർദ്ധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കുകയാണ്. എത്ര യൂണിറ്റാണ് കുറച്ച്? 4 യൂണിറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 4 യൂണിറ്റും കുറച്ചു. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതായത് ഒരു വസ്തുവിൻ്റെ അളവ് 1 യൂണിറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവസരാത്മക ചെലവാണ്. അവസരാത്മക ചെലവ്. അതായത് ഇത് ഹെബർലർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹെബർലറാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ഈ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവസരാത്മക ചെലവാണ്. അതായത് ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഗുഡ് ദാറ്റ് ഈസ് സാക്രിഫൈസ്ഡ്, or it is the rate of sacrifice of a good to produce an extra unit of other good. It is the rate of sacrifice of a good to produce an extra unit of other good. അതായത് ഒരു വസ്തു കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു വസ്തു 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തു വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുക. അതായത് ഒന്നിൻ്റെ അവസരം ഇല്ലാതെ വെക്കുകയാണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് ഇതിനെ അവസരാത്മക ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു വസ്തു 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ് എന്ന് പറയാം. നമ്മുടെ ഈ എക്കോണമിയിൽ നമുക്കറിയാം നമ്മുടെ റിസോഴ്സ് എന്താണ്? സ്കേഴ്സ് ആണ്. അപ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കുറയ്ക്കേണ്ടി വരും? മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇതാണ് എന്തിൽ കാണിക്കുന്നത്? PPCയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്ന എല്ലാ കോമ്പിനേഷനും, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിക്കുന്ന ഓരോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുവിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ്. ഇപ്പോൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, മറ്റേ ഗുഡ് എക്സ് വൈ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് എക്സ് എത്ര 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഗുഡ് വൈ 9 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് എക്സ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഗുഡ് എക്സ് 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് വൈ 7 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ കോമ്പിനേഷൻ ഈ കോമ്പിനേഷനുകളിലെല്ലാം PPCയിൽ കാണിക്കുന്ന എല്ലാ കോമ്പിനേഷനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ റിസോഴ്സും വിഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളൊരു കാര്യം പഠിച്ചു. അതായത് ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ്. ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഇത് ഹെബർലർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് എത്രയാണ് ഇവിടെ ഓരോ യൂണിറ്റിലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ് നോക്കാം. അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതായത് ഓരോ യൂണിറ്റ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ, ഈ അവസരാത്മക ചെലവിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ, അതായത് എത്ര യൂണിറ്റ് ആണോ സാക്രിഫൈസ് ചെയ്യുന്നത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഓരോ യൂണിറ്റ് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴും എത്രയാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുക, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ MOC എന്ന് പറയാം. അപ്പോൾ MOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതായത് ഒരു വസ്തു ഒരു യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂണിറ്റ് ആണോ മറ്റൊരു വസ്തു സാക്രിഫൈസ് ചെയ്യണത്, വേണ്ടാന്ന് വെക്കുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുക, MOC അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. നമുക്കിവിടെ ഓരോ യൂണിറ്റ് എക്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വസ്തു എത്രയാണ് സാക്രിഫൈസ് ചെയ്യണമെന്ന്. ഇവിടെ A എന്നുള്ളൊരു കോമ്പിനേഷനിൽ നമുക്ക് 0 യൂണിറ്റ് ആണ് ഗുഡ് എക്സ്, 0 യൂണിറ്റ്, അതായത് 0 യൂണിറ്റ് 0, അതായത് ഒന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഗുഡ് എക്സ് എന്നുള്ള ഉൽപ്പന്നം നമ്മൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആ സമയത്ത് Y എന്നുള്ള ഉൽപ്പന്നം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര, ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒന്നുമില്ല, കാരണം 0 10 വേറെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഗുഡ് എക്സ് പറയുന്നത് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഗുഡ് വൈ എന്ന് പറയുന്നതോ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടാമത്തെ കോമ്പിനേഷനിൽ നമ്മൾ ഗുഡ് എക്സ്, അതായത് എക്സ് എന്നുള്ള ഉൽപ്പന്നത്തിൻ്റെ അളവ് 1 യൂണിറ്റ് വർദ്ധിപ്പിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വൈ എന്നുള്ള ഉൽപ്പന്നത്തിൻ്റെ 1 യൂണിറ്റ് കുറച്ചില്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര, 10 അത് 9 ആയി, 10 എന്നുള്ളത് 9 ആയി. അതായത് ഇവിടെ എത്ര സാക്രിഫൈസ് ചെയ്തത്, 1 യൂണിറ്റ് ആണ്. അതായത് 1 യൂണിറ്റ് ആണ് ഇവിടെ സാക്രിഫൈസ് ചെയ്തത്. അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് MOC എത്രയാണ്, 1 ആണ്. അതേപോലെ തന്നെ ഇവിടെ 1 യൂണിറ്റാണ് ഗുഡ് എക്സ് ഉണ്ടായിരുന്നത്, എന്ത് ചെയ്തു, 2 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്തു, 2 യൂണിറ്റായിട്ട് കൂട്ടി. അതിന് വേണ്ടിയിട്ട് വൈ എന്നുള്ള ഉൽപ്പന്നം എത്ര സാക്രിഫൈസ് ചെയ്തത്, ഇവിടെ 9 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്, 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. 2 യൂണിറ്റാണ് വേണ്ടാന്ന് വെച്ചത്. അതായത് MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര, 2 ആണ്. 2 യൂണിറ്റാണ് ഇവിടെ വേണ്ടാന്ന് വെച്ചത്. അതേപോലെ തന്നെ എക്സ് എന്നുള്ള ഉൽപ്പന്നം 3 യൂണിറ്റായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് 2 യൂണിറ്റ് ഉണ്ടായിരുന്നത് അത് 3 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റാണ് ഇവിടെ സാക്രിഫൈസ് ചെയ്തത്, 7 യൂണിറ്റാണ് ഇവിടെ ഗുഡ് വൈ ഉണ്ടായിരുന്നത്. 7 യൂണിറ്റ് ഉണ്ടായിരുന്നത് എത്രയായി, 4 യൂണിറ്റായിട്ട് കുറച്ചു. അതായത് എത്ര ഇവിടെ സാക്രിഫൈസ് ചെയ്തത്, 3 യൂണിറ്റാണ് വേണ്ടാന്ന് വെച്ചത്. അതായത് 7 4 അതായത് 3 യൂണിറ്റ് വേണ്ട വെച്ചു. അതായത് 3 ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതേപോലെ തന്നെ ഗുഡ് എക്സ് 3 യൂണിറ്റ് ഉണ്ടായിരുന്നത് 4 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, 4 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗുഡ് വൈ എന്നുള്ള ഉൽപ്പന്നം 4 യൂണിറ്റും നമ്മൾ വേണ്ടാന്ന് വെച്ചു. അതായത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്, 4 ആണ്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ് നോക്കി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി വരികയാണ്. അതായത് 1 2 3 4 അങ്ങനെ കൂടി വരികയാണ്. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ PPC ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ഷേപ്പ് ആവും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ PPC കോൺകേവ് ഷേപ്പ് ആവും. അതായത് നമ്മുടെ PPC നമ്മൾ സാധാരണ യൂഷ്വലി നമ്മുടെ PPC വരുന്നത് കോൺകേവ് ഷേപ്പിലാണ്. അതായത് നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് PPC എപ്പോഴും ഏത് ഷേപ്പായിരിക്കും, കോൺകേവ് ഷേപ്പ് ആവും എന്നാണ് പറയുന്നത്. അതല്ല, ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ PPCയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും,
കോൺവെക്സ് ആവും. അതേപോലെ തന്നെ ഇനി അഥവാ PPC MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചോ. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ചേഞ്ച് ഒരേപോലെ, അതായത് 10 എന്നുള്ളത് 9, 9 എന്നുള്ളത് 8, 8 എന്നുള്ളത് 7, 7 എന്നുള്ളത് 6, അങ്ങനെ ഒരു യൂണിറ്റാണ്, ഒന്നാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഒന്നാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയുക, കോൺസ്റ്റൻ്റ് എന്ന് പറയുക. അങ്ങനെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് എന്ത് ഷേപ്പായിരിക്കും, ലീനിയർ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ കാണാറുള്ള PPC എപ്പോഴും എന്ത് ഷേപ്പായിരിക്കും, കോൺകേവ് ഷേപ്പായിരിക്കും. അത് ശ്രദ്ധിക്കുക, കോൺകേവ് ഷേപ്പായിരിക്കും. അതായത് PPCയുടെ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും എന്താ ചെയ്യുന്നത്, കൂടി വരുന്ന പറയുന്നത്. ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഇവിടെ കാണിക്കുക നമ്മൾ എപ്പോഴും PPCയിൽ. അതായത് PPCയുടെ MOC എപ്പോഴും എന്ത് ചെയ്യും, കൂടി വരും. അതായത് PPCക്ക് എപ്പോഴും ഏത് ഷേപ്പായിരിക്കും, കോൺകേവ് ഷേപ്പായിരിക്കും. ഇനി നമുക്ക് PPC വരച്ച് നോക്കാം. നമ്മുടെ PPCയുടെ ഷേപ്പിനെ അപ്പോൾ തീരുമാനിക്കേണ്ടത് എന്താണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണ്, അതായത് യൂഷ്വലി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുക തന്നെ ചെയ്യുക. അപ്പോൾ PPCയുടെ ഷേപ്പ് എന്തായിരിക്കും, കോൺകേവ് ഷേപ്പ് ആയിരിക്കും. അതായത് MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഒരു PPCയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതായത് MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ PPCയുടെ ഷേപ്പ് എന്തായിരിക്കും, കോൺകേവ് ഷേപ്പ് ആയിരിക്കും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ കുറയുകയാണെന്നുണ്ടെങ്കിൽ PPCയുടെ ഷേപ്പ് എന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. അതേപോലെ തന്നെ അഥവാ PPCയുടെ MOC എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് വിചാരിച്ചു. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് 2, 2, 2, 2 അല്ലെങ്കിൽ 3, 3, 3, 3, 1, 1, 1 അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും മറ്റേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇങ്ങനെ ഒരേ സംഖ്യ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് അറിയണ PPC അല്ലെങ്കിൽ നമ്മുടെ PPC എപ്പോഴും എങ്ങനെയായിരിക്കും, കോൺകേവ് ടു ദ ഒറിജിൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺകേവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് PPC നമ്മുടെ ഈ എക്സാമ്പിളിൽ എങ്ങനെയാണ് നമ്മുടെ PPC വരിക എന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗുഡ് എക്സ്, ഗുഡ് വൈ, MOC ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഗുഡ് എക്സ് 0 യൂണിറ്റ് ആയിരുന്നു, ഗുഡ് വൈ 10 യൂണിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഗുഡ് എക്സ് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ നമ്മൾ എന്ത് ചെയ്തു, 1 യൂണിറ്റ് കുറച്ചു, അതായത് ഇവിടെ 9 ആയി. അതായത് ഇവിടുത്തെ MOC എത്രയാണ്, 1 ആണ്. ഇവിടെ 1 അല്ലേ, 10 9. പിന്നെ അതേപോലെ തന്നെ 2 യൂണിറ്റ് ഗുഡ് എക്സ് 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് വൈ എന്ത് ചെയ്തു, 2 യൂണിറ്റ് കുറച്ചു, അതായത് അവിടെ 7 ആയി. അതായത് ഇവിടെ MOC എത്രയാണ്, അപ്പോൾ 2 ആണ്. അതേപോലെ തന്നെ ഈ 9ന് 7ക്കുള്ളത് 2. അതേപോലെ തന്നെ ഗുഡ് എക്സ് 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ എന്ത് ചെയ്തു, നമ്മൾ 3 യൂണിറ്റ് കുറച്ചു, അപ്പോൾ ഇവിടെ 4 ആക്കി. 4 ആയി ഗുഡ് വൈ. അതായത് 7 4 വ്യത്യാസം 3 ആണ് MOC. അതേപോലെ തന്നെ ഗുഡ് എക്സ് നമ്മൾ 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ എന്ത് ചെയ്തു, ഈ 4 യൂണിറ്റ് നമ്മൾ വേണ്ട വെച്ചു, അതായത് ഇവിടെ 0 ആയി. അതായത് MOC 4 ആണ്. 4ന് 0 4 ആണ്. അതായത് ഇവിടെ MOC എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, കൂടി വരികയാണ്, MOC കൂടുകയാണ്. അതായത് നമുക്ക് എങ്ങനെയാണ് MOC കൂടി വരുമ്പോൾ ഇങ്ങനെ MOC കൂടി വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, കോൺകേവ് ടു ദ ഒറിജിൻ ആവുന്ന പറഞ്ഞാൽ. എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് കോൺകേവ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുക. പക്ഷേ അഥവാ MOC കുറയുകയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ആവും. അതേപോലെ തന്നെ MOC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, സ്ഥിരമായിട്ടുള്ളൊരു സംഖ്യയാണ് MOC വരുന്നതെങ്കിൽ അത് ലീനിയർ ആവുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും നമ്മുടെ PPC എങ്ങനെയായിരിക്കും, കോൺകേവ് ഷേപ്പ് തന്നെ ആയിരിക്കും. നമുക്ക് PPC എങ്ങനെയാണെന്ന് വരയ്ക്കുക നോക്കാം. ഇവിടെ ഗുഡ് എക്സ് എന്ന ഉൽപ്പന്നം, ഇവിടെ ഗുഡ് വൈ, ഗുഡ് എക്സും ഗുഡ് വൈ. 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5 6 7 8 9 10. അതായത് ഗുഡ് എക്സ് ഗുഡ് വൈ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് എക്സ് എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 0 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെ ഗുഡ് എക്സ് ഞാൻ 1 യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗുഡ് വൈയുടെ അളവ് എത്ര കുറച്ചു, 1 യൂണിറ്റ് കുറച്ചു. അതായത് അപ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, 9 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഗുഡ് എക്സ്
ഒരു യൂണിറ്റ് കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 2 യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വുഡുമായിട്ട് അളവ് എന്ത് ചെയ്തു, 2 യൂണിറ്റ് ഞാൻ വേണ്ടാന്ന് വെച്ചു. 2 യൂണിറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ വേണ്ട വെച്ചു. അതായത് എത്ര യൂണിറ്റ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 7 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഗുഡ് എക്സ് 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗുഡ് വൈ എത്ര യൂണിറ്റാണ് കുറച്ചത്, 3 യൂണിറ്റ് കുറച്ചു. അതായത് 4 യൂണിറ്റ് ഇപ്പോൾ ഗുഡ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 4 യൂണിറ്റ് ഗുഡ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ 4 യൂണിറ്റ് ഗുഡ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 3 ഉണ്ടായിരുന്ന 4 കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗുഡ് വൈയുടെ അളവ് 1 യൂണിറ്റ് കുറച്ചു. അതായത് ഗുഡ് വൈയുടെ അളവ് 4 യൂണിറ്റ് ഞാൻ വേണ്ടാന്ന് വെച്ചു. അതായത് ഇപ്പോൾ എത്രയും ഇപ്പോൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് ഗുഡ് എക്സ് 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് വൈ എത്ര 0 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ PPC വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഷേപ്പായിരിക്കും. അതായത് ഇത് കോൺകേവ് ടു ദ ഒറിജിനൽ, കോൺകേവ് ആണ്. PPCയുടെ ഷേപ്പ് എന്താ, കോൺകേവ് ഷേപ്പായിരിക്കും. PPCയുടെ ഷേപ്പ് കോൺകേവ് ഷേപ്പായിരിക്കും. ഈ PPCയുടെ മേലെ നമുക്കപ്പോൾ ഓരോ കോമ്പിനേഷനും കാണിക്കാം കേട്ടോ. ഇതാണ് A എന്നുള്ള കോമ്പിനേഷൻ, A B C D E 4 കോമ്പിനേഷൻ. ഈ PPCയുടെ മുകളിലുള്ള അല്ലെങ്കിൽ PPCയുടെ പോയിന്റ്സ് ഓൺ PPC എല്ലാം എന്തായിരിക്കും, ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിരിക്കും. അതായത് നമ്മുടെ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് എന്തിനുണ്ടായിരിക്കുക, ഈ PPCയുടെ മേലെ അല്ലെങ്കിൽ PPCമേ ഉണ്ടായിരിക്കുക. ഈ ABCDE എന്നുള്ള ഈ 5 കോമ്പിനേഷനിലും നമ്മുടെ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് PPCക്ക് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്താണ് PPC, എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് ഈ PPC നോക്കാം. അതായത് PPCക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയുക, PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇസ് ദ ലോക്കസ് ഓഫ്. എന്താ ലോക്കസ് എന്ന് പറയാൻ കാരണം, അതായത് ഇങ്ങനെ നമ്മൾ ഈ എല്ലാ കോമ്പിനേഷനും ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കല്ലേ, അതുകൊണ്ടാണ് ഇതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാലമാലയായിട്ട് ഇങ്ങനെ കോർത്തിട്ടല്ലേ, നോക്കിയൊക്കെ ABCDE ഇങ്ങനെ കോർത്തിട്ടൊക്കെ. അതുകൊണ്ടാണ് ഇതിനെ ലോക്കസ് എന്ന് പറയുന്നത്. PPC ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് 2 കമ്മോഡിറ്റി. 2 കമ്മോഡിറ്റിയുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓൾ കോമ്പിനേഷൻസ് ഓഫ് 2 കമ്മോഡിറ്റി, 2 കമ്മോഡിറ്റിയുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് 2 കമ്മോഡിറ്റി ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ ഗിവൺ റിസോഴ്സസ് ഇൻ ദ എക്കോണമി. അതായത് ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിവൺ എത്രയാണോ ഉള്ളത് അത്ര ആ അവൈലബിൾ ആയിട്ടുള്ള ആ റിസോഴ്സിനെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന 2 കമ്മോഡിറ്റിയിലെ 2 ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളെയാണ് എന്തെന്ന് പറയാം, PPC എന്ന് പറയാം. PPC is the locus of all combinations of 2 commodity that can be produced by using the given resources or available resources in the economy. അതായത് നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അവൈലബിൾ ആയിട്ടുള്ള എത്രയാണുള്ളത് ആ റിസോഴ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന 2 കമ്മോഡിറ്റിയിലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, വ്യത്യസ്ത കോമ്പിനേഷനെ എന്തെന്ന് പറയാം, PPC എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ PPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എത്രയാണോ അത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. PPCയിലുള്ള എല്ലാ കോമ്പിനേഷനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ PPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ PPCയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞില്ലേ. അപ്പോൾ PPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PPCയിലുള്ള എല്ലാ കോമ്പിനേഷനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത് എല്ലാം എഫിഷ്യൻറ്റ് കോമ്പിനേഷനാണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എത്രയാണോ അത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂട്ടിലൈസ് ചെയ്തിട്ടാവും. അതായത് ഇതിനെ എന്ത് പറയും, ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയും. ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയും. എന്തിനെ, ഈ PPCയിലുള്ള ഓരോ കോമ്പിനേഷനെയും നമ്മൾ എന്തെന്ന് പറയും, ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, എഫിഷ്യൻറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കലി എഫിഷ്യൻറ്റ് കോമ്പിനേഷൻ. ഈ PPCയുടെ മുകളിൽ പോയിന്റ്സ് ലൈൻ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ലൈൻ ഓൺ ദ PPC എല്ലാം എന്തായിരിക്കും, ടെക്നോളജിക്കലി എഫിഷ്യൻറ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇത് എഫിഷ്യൻ്റ് ആണ് കേട്ടോ, ടെക്നോളജിക്കലി എഫിഷ്യൻറ്റ് കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെയാണ് ഓരോ കോമ്പിനേഷൻ വിചാരിച്ചത്.
ഇവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അതിനെ നമുക്ക് ഇ എന്ന് പറയാം, എഫ് എന്ന് പറയാം. ഈ കോമ്പിനേഷൻ ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും റിസോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതായത് ഇത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഈ എഫ് എന്നുള്ള കോമ്പിനേഷൻ എന്താ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് ഇൻഎഫിഷ്യൻ്റ് ആണ്, ടെക്നോളജിക്കലി ഇൻഎഫിഷ്യൻ്റ് ആണ്. നമുക്ക് എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് എത്ര വിഭവമാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതായത് എന്താ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. പക്ഷെ PPC എന്നുള്ള പോയിന്റ്സ് ലൈൻ ഓൺ ദ PPC എല്ലാം എന്തായിരിക്കും, ടെക്നോളജിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കും, അതായത് ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിരിക്കും. പോയിന്റ്സ് ലൈൻ അണ്ടർ ദ PPC അല്ലെങ്കിൽ ബിലോ ദ PPC ആണെങ്കിലോ അതെല്ലാം എന്തായിരിക്കും, ടെക്നോളജിക്കലി ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും, അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് ഒരു പോയിന്റ് എന്ന് വിചാരിച്ചോ, ഈ ഒരു പോയിന്റ് ആണെങ്കിലോ PPCയുടെ മുകളിലാണെങ്കിൽ, പോയിന്റ്സ് ലൈൻ എബോ ദ PPC ആണെങ്കിലോ PPCയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് അൺഅറ്റൈനബിൾ കോമ്പിനേഷനാണ്. ഈ G എന്നുള്ളത് എന്താണ്, അൺഅറ്റൈനബിൾ കോമ്പിനേഷനാണ്. G എന്നുള്ളത് അൺഅറ്റൈനബിൾ ആണ്. അതായത് നമുക്ക് ഇത്രയും റിസോഴ്സ് ഉള്ളൂ. ഈ PPC എന്നുള്ളതാണ് മാക്സിമം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോമ്പിനേഷനാണ് ഇത്. ഈ PPCയുടെ മുകളിലുള്ളത് പോയിന്റ്സ് ഓൺ ദ PPC ആണ് നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി. കാരണം ഇത്ര റിസോഴ്സേ നമ്മുടെ എക്കോണമിയിലുള്ളൂ. അപ്പോൾ ഈ ഒരു അതിർത്തി, ഈ ഒരു ഫ്രോണ്ടിയറിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ PPCയുടെ മുകളിലുള്ള അല്ലെങ്കിൽ PPC എന്നുള്ള എല്ലാ കോമ്പിനേഷനും ടെക്നോളജിക്കലി എഫിഷ്യൻ്റ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോയിന്റ്സ് ബിലോ ദ PPC അല്ലെങ്കിൽ പോയിന്റ്സ് അണ്ടർ ദ PPC ആണെങ്കിലോ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പോയിന്റ്സ് ലൈൻ എബോ ദ PPC ആണെങ്കിലോ അപ്പോൾ നമുക്ക് ആ കോമ്പിനേഷൻ നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ അത്രയും റിസോഴ്സ് ഇല്ല. അതിനെ എന്തെന്ന് പറയുക, അൺഅറ്റൈനബിൾ കോമ്പിനേഷൻ എന്ന് പറയുക. ഇതാണ് PPC എന്നുള്ള ഓരോ കോമ്പിനേഷൻ. ഇപ്പം നമ്മുടെ PPC ചില സമയങ്ങളിൽ, ഇപ്പം നമ്മുടെ എക്കോണമിയിൽ എപ്പോഴും റിസോഴ്സ് ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അതായത് ചില സമയങ്ങളിൽ റിസോഴ്സ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ റിസോഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PPC ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമുക്ക് ആ ഒരു ലിമിറ്റ്, ഈ ഒരു ഫ്രോണ്ടിയർ മാറിയിട്ട് അങ്ങോട്ട് പോകും, റൈറ്റിക്ക് ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസോഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഇങ്ങനെ ഒരു PPCക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുക, അതായത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുക. ഇതിനെയാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് പറയുക. അതായത് നമ്മുടെ ഇതിനുള്ള കാരണം, ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. നമ്മുടെ റിസോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ നല്ല വളർച്ച ഉണ്ടാകുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കൂടും. അപ്പോൾ അതേപോലെ നമ്മുടെ ഓരോന്നിനും നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ റിസോഴ്സൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈ റിസോഴ്സിൻ്റെ ലെവലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PPC എന്ത് ചെയ്യും, ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, അതായത് മുന്നിലേക്ക് പോകും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ റിസോഴ്സ്, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ റിസോഴ്സിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമ്മുടെ PPC ഇങ്ങോട്ട് വരും, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരും, അതായത് ഇങ്ങോട്ട് ബാക്കിലേക്ക് മാറും. ഇതാണ് PPCയുമുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഗ്രോത്ത് ഓഫ് റിസോഴ്സാണ് കാണിക്കുന്നത്. അതായത് PPC റൈറ്റിക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗ്രോത്ത് ഓഫ് റിസോഴ്സാണ്. അതല്ല ലെഫ്റ്റിക്ക് ചേഞ്ച് ചെയ്യാന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ്. അതായത് റിസോഴ്സ് കുറയുമ്പോഴാണ് PPC എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് PPCയിൽ ഉണ്ടാവുന്നത്, അതായത് ബാക്കിക്ക് വരും. കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അളവൊക്കെ എന്ത് ചെയ്യും, കുറയുകയാണ്. ഇവിടെ റിസോഴ്സ് കൂടുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അളവൊക്കെ എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഇതാണ് PPCയിലുമുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ